ഇപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങേപ്പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ യുക്തിയിൽ ആലോചിച്ച് നോക്കൂ. ഒരു വ്യാജരേഖയാണ് നമ്മൾ കോടതിയിൽ സമർപ്പിക്കുന്നത് എങ്കിൽ അതൊരു കേസാകില്ലേ? എൻ്റെ പരിമിതമായ നിയമജ്ഞാനത്തിൽ നിന്ന് ചോദിക്കുകയാണ്. ശരിയല്ലേ? അങ്ങ് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ഒരു വ്യാജരേഖ നമ്മൾ കോടതിയിൽ സമർപ്പിച്ചാൽ കോടതിക്ക് വേറൊരു പരാതി എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ കോടതിക്ക് ബോധ്യമുള്ള കാര്യമല്ലേ. ഇനി അതിനപ്പുറം ആ വിഷയത്തിനകത്ത് നിങ്ങളിൽ ആർക്ക്, ഏത് മാധ്യമ സ്ഥാപനത്തിന്, ഇനി ഗോവിന്ദനെ വിട്ടേക്കും, ഏത് മാധ്യമ സ്ഥാപനത്തിന് അത്തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിലും എന്നോടൊപ്പം വരാം, നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. തെറ്റാണെങ്കിൽ നിങ്ങൾ അതായി അത് വാർത്ത കൊടുത്തു, ഞാനും കൂടെ വരുന്ന വിഷ്വൽ തന്നെ നിങ്ങൾ കൊടുത്തോളൂ. എന്നെ ലൈവായി MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം ശരിയാണ്, ഇതാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പൊളിച്ചടുക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പുതിയ കാലഘട്ടത്തിലെ ഭാഷ വെച്ചിട്ട് വാർത്ത കൊടുത്തോളൂ. ഇനി ഈ വാർത്ത ക്യാരി ചെയ്ത മാധ്യമം ഏതാണ്? ദേശാഭിമാനിയാണ്. ആ ദേശാഭിമാനിയിലെ ആ വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകൻ്റെ പ്രത്യേകത അങ്ങേക്കറിയാമോ? ഈ അടുത്ത ദിവസമാണ് അദ്ദേഹം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനം വിളിച്ചിട്ട് മാപ്പിരുന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആലപ്പുഴയിൽ അൻസൽ ജലീൽ എന്ന് പറയുന്ന യൂത്ത് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹി, ആ ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ചായക്കട തുടങ്ങി അതിട്ട് ജീവിക്കുന്നൊരു ചെറുപ്പക്കാരൻ, സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്നൊരു ചെറുപ്പക്കാരൻ, അവൻ വ്യാജമായ ഒരു രേഖ സമർപ്പിച്ചു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരൻ എന്തെല്ലാം വേട്ടയാടലുകളാണ് ഉണ്ടായത്? ചർച്ചകൾ ഉണ്ടായില്ലേ? മാധ്യമ വിചാരണ ഉണ്ടായില്ലേ? പൊതുവിചാരണ ഉണ്ടായില്ലേ? ഏറ്റവും ഒടുവിൽ എന്താണ് വിജയൻ്റെ പോലീസ് പറഞ്ഞിരിക്കുന്നത്? വിജയൻ്റെയും ശശിയുടെയും പോലീസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു രേഖ സമർപ്പിച്ചിട്ടില്ല എന്ന്. വിജയൻ്റെയും ശശിയുടെയും പോലീസാണ് പറഞ്ഞത്, വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പോലീസല്ല പറഞ്ഞത്. അതല്ലേ അവസ്ഥ. ഇനി രണ്ട്, ശ്രീ KS സുധാകരൻ KPCC പ്രസിഡന്റ് ആയപ്പോൾ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം ഉന്നയിച്ചു. ഇതേ ലേഖകൻ, പേര് പറഞ്ഞാൽ സുജിത്ത് ബേബി എന്ന് പറയുന്ന ലേഖകൻ, ഇതേ ഒരു ആരോപണം ഉന്നയിച്ചു. എന്താ സംഭവിച്ചത്? ഇതേ വിജയൻ്റെയും ശശിയുടെയും പോലീസ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതേ ദേശാഭിമാനിയല്ലേ മറിയക്കുട്ടിക്ക് അടിമാലിയിൽ വേറെ 2 വീടുണ്ട് എന്ന് പറഞ്ഞത്? മറിയക്കുട്ടി പോയില്ലേ സർക്കാരിൻ്റെ അടുത്ത്, ആ 2 വീട്ടിൽ ഒരു വീടെങ്കിലും ഇരിക്കുന്നതാണെന്നും പറഞ്ഞിട്ട് കൊടുത്തോ? അപ്പോൾ അതുകൊണ്ട് വ്യാജ വാർത്തകൾ മാത്രം കൊടുക്കുന്നതിനകത്ത് ബിരുദാനന്തര ബിരുദമുള്ളൊരു മാധ്യമപ്രവർത്തകനാണ് ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോവിന്ദനെതിരായിട്ട് നോട്ടീസ് കൊടുത്തു, അദ്ദേഹം അതിന് മറുപടി തന്നിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് അത്രയും ആധികാരികമായ ഉറപ്പുണ്ടെങ്കിൽ മറുപടി തരണ്ടേ? വക്കീൽ നോട്ടീസ് അയച്ചിട്ട് മറുപടി തരണ്ടേ? തന്നിട്ടില്ല. അപ്പോൾ ഗോവിന്ദൻ അതിൽ നിന്ന് പിന്മാറി. പിന്നീട് പറഞ്ഞിട്ടുണ്ടോ ആരോപണം, ആക്ഷേപം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ രാത്രിയാകുമ്പോൾ ഗോവിന്ദൻ തന്നെ ദേശാഭിമാനിക്ക് വാർത്ത എഴുതി കൊടുക്കുക, രാവിലെ ആകുമ്പോൾ ആ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുക. ഇതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം വാർത്ത അദ്ദേഹത്തിന് തന്നെ ക്യാരി ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ അത് പിന്നീട് ഉന്നയിക്കാത്തത്. അപ്പോൾ ആ വിഷയത്തിനകത്ത് നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവസാനം ഒരു കാര്യം കൂടി, ഈ മറിയക്കുട്ടിയുടെ വീട് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് മറിയക്കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അത് ഇന്ന് തറക്കല്ലിടാൻ ഡേറ്റ് വന്നല്ലോ, തറക്കല്ലിടലിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മറിയക്കുട്ടി ചേട്ടത്തിയെ പോലെ പെൻഷൻ കിട്ടാത്തൊരു സാധു സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കാൻ ഈ നാട്ടിൽ KPCC ഉള്ളൂ. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ആകെ അതുകൊണ്ട് പ്രയോജനമുള്ളത് നമ്മുടെ AC മൊയ്തീന് മാത്രമാണ്. AC മൊയ്തീന് ബംഗ്ലാവ് ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് ലൈഫ് മിഷൻ കൊണ്ട് ആകെ ഉണ്ടായ മെച്ചം. മറിയക്കുട്ടി ചേട്ടത്തിമാർ ഇപ്പോഴും തെരുവിൽ വീടില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുക. 2019 ശേഷം പുതിയ അപേക്ഷ ക്ഷണിക്കുന്നുണ്ടോ? 2021 ശേഷം ഏതെങ്കിലും പുതിയ വീട് അലോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു വലിയ പ്രഖ്യാപനം നടത്തി സർക്കാർ ഒരു വലിയ PR നടത്തിയ സാധനമാണ് ലൈഫ് മിഷൻ. സാധു മനുഷ്യന്മാർക്ക് വീടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ആഡംബര സദസ്സിൽ പോയി എത്ര സാധുക്കളാണ് പരാതി കൊടുത്തത്? ഞങ്ങൾക്ക് ലൈഫ് മിഷൻ പ്രകാരം ഒരു വീട് വേണം. എന്താ മറുപടി കൊടുത്തേക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിമാരാണോ വീട് കൊടുക്കേണ്ടത്? ലൈഫ് മിഷൻ ഫണ്ട് വകയിരുത്തണ്ടേ? അത് സ്റ്റേറ്റ് ക്യാബിനറ്റ് അല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ അതുകൊണ്ട് അവർക്കും വീട് കൊടുക്കാൻ KPCC ഉള്ളൂ. അത് ഞങ്ങൾ അഭിമാനമായിട്ടല്ല, നാട്ടിലെ സർക്കാരിൻ്റെ ഗതികേടിനെയാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ചേട്ടത്തി കോൺഗ്രസ് ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തമാണോ? ഞാൻ ചോദിച്ചോട്ടെ, ആരെയാണ് മറിയക്കുട്ടി ചേട്ടത്തി? ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്? അല്ലല്ലോ. ഒരു സാധു സ്ത്രീ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറയുന്നൊരു സ്ത്രീ, അവർ റേസ് ചെയ്ത കൺസേൺ എന്താണ്? അപ്പോൾ അവർ നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ വാക്കുകൾ ചിരിച്ചത്. അവർ നടത്തിയ ചില BJP അനുകൂല പ്രസ്താവനകളെ പറ്റിയല്ല അങ്ങയുടെ ചോദ്യം. ആ സ്ത്രീ, സാധു സ്ത്രീ, അവർക്ക് ലോകത്ത് വേറെ ഒന്നിനെ പറ്റി ധാരണയില്ലെന്നേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, ഒരു അംഗപരിമിതിയുള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ മനുഷ്യന് ഈ നാട്ടിൽ വിലക്കയറ്റം ഈ നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നതോ, ഈ നാട്ടിൽ റെയിൽവേ ഇതുവരെ റിക്രൂട്ട്മെന്റ് നടത്താത്തതോ, BSNL അടച്ചുപൂട്ടിയതോ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്തംഭനമോ,
ഈ നാട്ടിലെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർദ്ധിക്കുന്ന ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഈ നാട്ടിൽ സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രി നടത്തിയതല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. എക്സാലോജിക് അല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് സിംഗിൾ റീസൺ ആണ്, അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നില്ല. മറിയക്കുട്ടി ചേട്ടത്തി പറയുന്നത് ഒരു സിംഗിൾ ലൈൻഡ് ഡിമാൻഡാണ്. 5 മാസത്തെ പെൻഷൻ അവർക്ക് കൊടുത്തിട്ട് ഈ അക്രമമൊക്കെ നടത്തിയ മര്യാദയുണ്ട്. അവർ പറഞ്ഞത്, അവർ റേസ് ചെയ്ത ഇഷ്യൂ എന്താണ്? ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്ക് പെൻഷനില്ല. നമ്മൾ മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെ റേസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ രാഷ്ട്രീയം, അവർ പറഞ്ഞ ആംഗിൾ, അവർ പറഞ്ഞൊരു വാചകത്തിൻ്റെ ചതുരവും ഒടുവും വടുവും ഒക്കെ തിരയുന്നതിനപ്പുറം അവർ പറഞ്ഞ കോസിനെ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. മറിയക്കുട്ടി ചേട്ടത്തിയെ നമുക്കറിയുന്നത് ഈ നാട്ടിൽ ഏതെങ്കിലും വലിയ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ പേരിലോ രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു സമരം ചെയ്തതിൻ്റെ പേരിലോ അല്ല. അവരവരുടെ ജീവൽ പ്രശ്നമാണ് പറയുന്നത്. അവരുടെ പ്രശ്നം ആശയമല്ലെന്നേ, ആമാശയമാണ്. അവരുടെ വയറ് നിറയുന്നില്ല. ആ പ്രശ്നം പറയുന്ന 65 ലക്ഷം മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. ഞങ്ങൾ ഗൗരവത്തോടെയാണ് സമരത്തെ കാണുന്നത്.